തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളെല്ലാം ഒന്നടങ്ങിയപ്പോൾ കൊടപ്പനേക്കൽ തറവാട്ടിലെ പുരുഷന്മാരെല്ലാവരും കൂടി ഇന്നലെ ഒരു യാത്ര പുറപ്പെട്ടു. സ്വന്തം കുടുംബത്തിന്റെ പൈതൃക വഴികളിലൂടെയായിരുന്നു ആ യാത്ര. ഹൈദരലി ശിഹാബ് തങ്ങൾ മുതൽ കുടുംബത്തിലെ പുതുതലമുറയടക്കം 100ഓളം പേർ ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഇഴകീറിയുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊടപ്പനേക്കൽ തറവാട്ടിലെ പുരുഷന്മാർ ഒരു പകൽ നീളുന്ന യാത്രക്കിറങ്ങി. കടലുണ്ടിപ്പുഴ കുറുകെ കടന്ന് ശിഹാബ് കുടുംബത്തിന്റെ കേരളത്തിലെ പൈതൃക വഴികളിലൂടെ അവർ തിരികെ നടന്നു. സയ്യിദ് പാരമ്പര്യത്തിന്റെ തായ് വഴികളിലേക്കുള്ള ആ തിരിച്ചുപോക്കിൽ കുടുംബത്തിലെ പുതിയ തലമുറയും കാരണവന്മാരുടെ കൈപിടിച്ച് അവർക്കൊപ്പം കൂടി. 250 വർഷം മുമ്പ് യമനിൽ നിന്നും വളപട്ടണത്തേക്ക് വന്ന സെയ്ദ് അലി ശിഹാബുദ്ദീൻ എന്ന പിതാമഹന്റെ ഓർമ്മകളിലേക്കായിരുന്നു ആ യാത്ര. 250 വർഷങ്ങൾക്ക് മുമ്പാണ് എത്തിയിട്ടുള്ളത്. അവരിവിടെ വളപട്ടണത്തെത്തി. അവരുടെ മകൻ സെയ്ദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കാത്തങ്ങൾ, അദ്ദേഹം അറക്കൽ തറവാട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു. അറക്കൽ തറവാട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് അവർ ആ കുടുംബം കോഴിക്കോടേക്ക് പോകുന്നത്. അപ്പോൾ കോഴിക്കോട് അറക്കൽ രാജവംശം ഈ ഒരു വീട് കൊടുത്തു, കുമ്മട്ടി വീട് എന്ന് പറയും. അപ്പോൾ അത് ഇളയൻ്റെ ഇടമെന്ന് പറയും. കുമ്മട്ടി വീടും ഇളയാൻ്റെ പള്ളിയും കിടന്ന് സെയ്ദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളുടെ ബന്ധുവീടായ അറക്കൽ കൊട്ടാരത്തിലെത്തിയ പുതുതലമുറയെ സ്വരൂപം ഉറുമി വീശി വാളും ആഹാരപ്പൊതിയും നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് വളപട്ടണത്തെ മക്ബറയിൽ പ്രാർത്ഥന നടത്തി ഇന്നലെ രാത്രിയോടെ സംഘം തിരികെ മടങ്ങി. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.